ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4th സ്റ്റാൻഡേർഡിലെ പരിസര പഠനത്തിലെ 3ാമത്തെ ചാപ്റ്ററായ ചിറകുള്ള കൂട്ടുകാർ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ചിറകുള്ള കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചിറക് ആർക്കുള്ളത്? പക്ഷികൾക്കുള്ളത് അല്ലെ. അപ്പൊ പക്ഷികളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഒരു പക്ഷിയുടെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ് അന്ന് ടീച്ചർ ക്ലാസ് തുടങ്ങി കേട്ടോ. ഒരു ടീച്ചർ എന്താണ് അന്ന് ക്ലാസ്സിൽ വന്ന ടീച്ചർ ഒരു പക്ഷീന്റെ പാട്ട് കേൾപ്പിച്ചു കൊണ്ടാവുന്നത്. ഏത് പാട്ടാന്ന് നോക്കിയേ? കുട്രു കുട്രു കുട്രു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? അപ്പൊ ടീച്ചറും അതേപോലെ തന്നെ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചു. നോക്കൂ, ഇവിടെ പക്ഷി നിരീക്ഷകനായി നിൽക്കുന്നുണ്ടല്ലേ. നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കലുണ്ടോ? നോക്കൂ, ഏതാണ് ഈ പാട്ട് പാടുന്ന പക്ഷി? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ടീച്ചർ ആ പക്ഷീന്റെ പാട്ട് കേൾപ്പിച്ചിട്ട് എന്താണ് ഇത് ഏതാ പക്ഷി എന്ന് ടീച്ചർ ചോദിച്ചില്ലേ. ക്ലാസ്സിലാകെ നിശബ്ദത, കുട്ടികൾക്കാർക്കും എന്താണ് മിണ്ടാതിരുന്നില്ലേ. ചിന്നക്കുട്ടുറുവൻ എന്നാണ് ഇതിന്റെ പേര്. അയാൻ പറഞ്ഞില്ലേ. അപ്പൊ അയാൻ പറഞ്ഞ എന്താണ് ചിന്നക്കുട്ടുറുവൻ എന്നാ അതിന്റെ പേര് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ പാട്ടുകാരൻ പക്ഷിയുടെ നിറം എന്താന്ന് ടീച്ചർ ചോദിച്ചില്ലേ. അപ്പൊ അതിന്റെ നിറം പച്ചയാണ് ടീച്ചറിന് ഉത്തരം സൈറ പറഞ്ഞില്ലേ. അപ്പൊ ടീച്ചർ എന്താ പറയുന്ന നോക്കിയേ? ഈ പക്ഷിയെ പച്ചില കൊടുക്ക എന്നും വിളിക്കും. അങ്ങനെ വിളിക്കാൻ കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു ടീച്ചർ അല്ലേ. ഒരുപാട് പക്ഷികളുണ്ട് അല്ലേ. പക്ഷികൾ പലതരമുണ്ടല്ലോ. പക്ഷികൾ പലതരമുണ്ട് അല്ലേ. ഏതെല്ലാം പക്ഷികൾ നിങ്ങളുടെ പ്രദേശത്തുണ്ട്? നമ്മുടെ പ്രദേശത്ത് എന്തൊക്കെയുണ്ട്? കാക്കുണ്ട്, മൈനുണ്ട്, തത്തുണ്ട്. ചില ഭാഗത്തൊക്കെ തത്തകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. പിന്നെന്താണ് കുരുവിയുണ്ട്. പിന്നെന്താണ് ഒരുപാട് മരംകൊത്തിയുണ്ട്, മീൻകൊത്തിയുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട് അല്ലേ. നിങ്ങൾക്ക് എത്ര എണ്ണത്തിന്റെ പേരറിയാം? പേരറിയുന്നൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. നിറം നൽകി ഭംഗിയാക്കുക. ഈ പക്ഷികളൊക്കെ നിങ്ങൾ എന്താക്കുക? നിറം നൽകുക. എന്നിട്ട് ഇതിന്റെ തിരിച്ചറിഞ്ഞ് ഇതിന്റെയൊക്കെ പേര് എഴുതാനാ പറഞ്ഞത്. അപ്പൊ ഇതേതാ? തത്ത അല്ലെ. ഇതേതാണ്? അത് പുഴുക്കുത്തി എന്ന് പറയും കേട്ടോ. ഇതേതാണ്? മയിൽ അല്ലെ. ഇതാരാണ്? നമ്മളെ മരംകൊത്തി അല്ലെ. ഓക്കെ, മരംകൊത്തി. ദെൻ ചിത്രത്തിലെ പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? തൂവലുകളുടെ നിറത്തില്, ശരീരത്തിന്റെ ആകൃതിയില്, പിന്നെ എന്തൊക്കെ ശരീരത്തിന്റെ ആകൃതിയില്, വലിപ്പ വ്യത്യാസത്തില്, പിന്നെ ചുണ്ട് അല്ലെ, ചുണ്ടുകളുടെ കൊക്കിന്റെ ആകൃതിയില് അല്ലെ. പല അതിന്റെ എന്താണ് കൊക്കുകളൊക്കെ നോക്കിയേ കണ്ട വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ കൊക്കുകളുടെ ആകൃതിയില് ഒക്കെ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഈ തരംതിരിക്കാൻ നമ്മുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തൂവലുകളെല്ലാം ഒരേ നിറത്തിലുള്ളവയാണോ? തൂവലൊക്കെ വ്യത്യസ്ത നിറമുള്ള പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതെല്ലാമാണവ? ഒന്ന് പട്ടികപ്പെടുത്തി നോക്കിയേ. നമ്മുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തൂവലുകളെല്ലാം ഒരേ നിറത്തിലുള്ളവയാണോ? അല്ല അല്ലെ. അപ്പൊ തൂവലുകൾക്ക് വ്യത്യസ്ത നിറമുള്ള പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണത്? അപ്പം തൂവലുകൾ എന്താ? കാക്കുണ്ട്, പിന്നെന്താണ് മൈനുണ്ട്, പിന്നെന്താണ് മയിലുണ്ട് അല്ലെ. ശരീരത്തിൽ ഒരേ നിറത്തിലുള്ള തൂവലുള്ള ഏതാ? കാക്കക്ക് ഒരേ നിറത്തിലുള്ള തൂവല അല്ലെ. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? പ്രാവ് പറയാൻ പറ്റൂ അല്ലെ. പിന്നെ ഏതാണ്? കൊക്ക് അല്ലെ. പിന്നെ ഏതാ ഒരേ നിറത്തിലുള്ളത്? കൊക്ക്. പിന്നെ ഏതൊക്കെ പറയാൻ പറ്റുക? പിന്നെ ഏതാ? തത്ത പറയാ അല്ലെ. ഇതൊക്കെ പറയാ. ഇനി ശരീരത്തിൽ പല നിറങ്ങളുള്ള തൂവലുള്ള ഏതൊക്കെയാണ്? ഒന്ന് മയില്, ഒന്ന് മൈന, കുയില് അല്ലെ. മൈന, കുയില്, പിന്നെന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. പക്ഷികളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പക്ഷികളുടെ പൊതുവായ പ്രത്യേകത എന്താ? അവർക്ക് ചിറകുകളുണ്ട് അല്ലെ. പിന്നെ അവർക്ക് കൊക്കുകളാണുള്ളത് അല്ലെ. പിന്നെ നമ്മളെ പോലെ ചുണ്ടാണുള്ള അല്ല, കൊക്കുകളാണുള്ളത് അല്ലെ. പിന്നെന്താ? ചിറകുണ്ട്, കൊക്കുണ്ട്, പിന്നെന്താ ഇനി പറയണ്ടേ? പിന്നെന്താ പറയാ നമുക്ക്? തൂവലുണ്ട്, പിന്നെ പറക്കാനുള്ള ചിറകുണ്ട്, പിന്നെന്താണ് പിന്നെന്താ പറയാൻ പറ്റുക? ഒരു മുട്ടയിടുന്നത് അല്ലെ. അവര് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് എങ്ങനെ? മുട്ട ഇട്ടിട്ടാണ് അല്ലെ. പരിസരം നിരീക്ഷിച്ച് വ്യത്യസ്ത പക്ഷികളുടെ സവിശേഷതകൾ കണ്ടെത്താം. പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ ബൈനോക്കുലർ ലഭ്യമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ബൈനോക്കുലർ ഉണ്ടെങ്കിൽ എന്താക്കുക? നിങ്ങൾ ആ ബൈനോക്കുലർ ഉപയോഗിച്ച് എന്താക്കുക? പക്ഷിയെ നിരീക്ഷിക്കുക കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ അറിയാം നിരീക്ഷിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ കാര്യം നോക്കണ്ടേ? നിങ്ങൾ പക്ഷി കാണപ്പെടുന്ന സ്ഥലം എവിടെയെന്നും, കണ്ട സമയം, വലുപ്പം, നിറം, കൂട്, ശബ്ദം, കാലുകളുടെ നിറം, വിരലുകളുടെ എണ്ണം, വലുപ്പം, നീളം, കണ്ണുകളുടെ വലിപ്പം, നിറം, തൂവലുകളുടെ പ്രത്യേകത, പറക്കുന്ന രീതി, ഇതൊക്കെ എന്താണ് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക? ബൈനോക്കുലർ വെച്ചിട്ട് ആ പക്ഷിനെ നിരീക്ഷിക്കുക. നിങ്ങളുടെ പരിസരത്തിൽ ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ചിട്ട് എന്താക്കുക? അതിന്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. ചിത്രം വരയ്ക്കാമെന്ന് മറക്കരുതേ. നിരീക്ഷണ കുറിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം? സൈറയുടെ നിരീക്ഷണ കുറിപ്പ് കണ്ടോ? ഒരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കുക കേട്ടോ. നിരീക്ഷണ കുറിപ്പ് ഇപ്പൊ ഇത് സൈറേന്റെ ആണ്. അപ്പൊ നിരീക്ഷണ കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഒക്കെ കൊടുത്തില്ലേ, അതുപോലെ നിങ്ങൾ എഴുതുക കേട്ടോ.
ഈ പക്ഷിയുടെ പേരെന്താ? ഈ തത്തേനെയാണ് അവൾ നിരീക്ഷിച്ചത് സൈറ അല്ലെ. അപ്പൊ തത്താന്ന് എഴുതി അല്ലെ. കണ്ട സ്ഥലം എവിടെയാ? വയൽവരമ്പ്. കണ്ട സമയം വൈകുന്നേരം. നിറം പച്ച. ഇനി ചുണ്ടിന്റെ സവിശേഷത എന്താണ്? കൂർത്തും വളഞ്ഞതും ചുവന്ന നിറത്തിലുള്ളതുമാണ് അല്ലെ. കാലുകളുടെ പ്രത്യേകത മരത്തിൽ കയറാനും ഭക്ഷണം മുറുകെ പിടിക്കാനും ഉപകരിക്കുന്ന മെലിഞ്ഞ കാലുകളാണ്. വാലിന്റെ സവിശേഷത ത്രികോണാകൃതിയിലുള്ള നീണ്ട വാലാണ് അല്ലെ. മറ്റ് സവിശേഷതകൾ കഴുത്തിൽ റോസ് നിറത്തിലുള്ള വളയമുണ്ട്, മരപ്പൊത്തിൽ മുട്ടയിടുന്നു. ഇതൊക്കെയാണ് എന്ത്? തത്തേനെ കുറിച്ചിട്ട് സൈറ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയത്. അതുപോലെ നിങ്ങൾ ഒരു പക്ഷീനെ എഴുതിയിട്ട് നിങ്ങൾ എന്താണ് നിരീക്ഷിച്ചിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി പൂർത്തിയാക്കാം. ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടക പക്ഷിയാണ് അല്ലെ. പിറകോട്ട് പറക്കുന്ന പക്ഷി ഏതാണ്? പിറകോട്ട് പറക്കുന്ന പക്ഷി ഏതാ? ഹമ്മിങ് ബേർഡ് ആണ് അല്ലെ. പിന്നെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? വൾച്ചർ അല്ലെ, കഴുകനാണ്. പറക്കാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? പെൻഗ്വിൻ ഉണ്ട്, എന്താണ് ഒട്ടകപ്പക്ഷി ഉണ്ട്, പിന്നെ ഏതാണ് കിവി ഉണ്ട്, എമു ഉണ്ട്. ഇതൊന്നും എന്താ പറക്കാത്ത പക്ഷികളാണ് അല്ലെ. ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഏറ്റവും ചെറിയ പക്ഷി എന്ന് പറയുന്നത് എന്താണ്? ബി ഹമ്മിങ് ബേർഡ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ആഹാരം പല വിധമുണ്ട് അല്ലേ. അപ്പോൾ ഈ മീൻകൊത്തി പറയുന്നത് എന്താണ്? എനിക്ക് കിട്ടി മുഴുത്ത മീനുകൾ അല്ലേ. എല്ലാ പക്ഷികൾക്കും ഒരേ ആഹാരമാണോ? അല്ല അല്ലേ. അപ്പൊ ഈ മീൻകൊത്തി തിന്നുന്ന മീനാണ് അല്ലേ. എനിക്ക് കിട്ടി മുഴുത്ത മീനുകൾ അല്ലേ. തത്ത ഇത് മീൻ തിന്നുവോ? ഇല്ല അല്ലേ. അപ്പൊ എന്താണ് തത്ത പറയുന്നത്? എന്റെ ഭക്ഷണം ഈ നെന്മണികളാണ് എന്ന് പറയാണ് അല്ലേ. ഇന്നത്തെ ഭക്ഷണം കുശാൽ. കണ്ടോ, കഴുകൻ എന്താണ് പെരുന്തും എന്താണ് മീനിനെ പിടിച്ച് തിന്നുന്നുണ്ട് അല്ലേ. എല്ലാ പക്ഷികളുടെയും ആഹാരം ഒരുപോലെയാണോ? അല്ല അല്ലേ. അപ്പൊ തത്തേന്റെ എന്തൊക്കെയാ? ധാന്യങ്ങൾ, പഴങ്ങൾ അല്ലെ, അതൊക്കെ എഴുതാം. ഇനി പൊന്മാൻ്റെതോ? മീൻകൊത്തി അല്ലെ, പൊന്മാൻ എന്നും പറയില്ലേ. അത് മത്സ്യം. പിന്നെ എന്തൊക്കെയാ? ചെറുപ്രാണികളൊക്കെ തിന്നു അല്ലെ. പിന്നെ പരുന്തിന്റെ എന്താണ്? പരുന്തിന്റെ കോഴി അല്ലെ. എന്താ കോഴിക്കുട്ടിലൊക്കെ മോളിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോവല്ലേ. പിന്നെ എന്താ മീന് ഒക്കെ പറ്റൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പക്ഷികളെ ആഹാരമൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. ഇവിടെ ഈ താറാമക്കളുണ്ട് അല്ലെ. താറാവുകളാണ് അല്ലെ. ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നത്. അപ്പൊ താറാവ് എന്താ പറയുന്നത്? ഈ വെള്ളമുള്ള ഭാഗത്താണ് എന്താണ് ഞങ്ങൾ ഇര തേടുന്നത്. അപ്പൊ അവർക്കുള്ള ഇര അവിടെയാണ് കിട്ടുക അല്ലെ. അപ്പൊ അവിടെ പരുന്ത് പറയുന്നത് എന്താണ്? ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് ഈ പരുന്ത് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കുരുവി എന്താ പറയുന്നത്? പുൽവിത്തുകളും ധാന്യമണികളും കൊത്തിത്തിന്നതാണ് എനിക്കിഷ്ടം അല്ലെ. അപ്പൊ പലയിടത്തും പല ടൈപ്പാണ് അല്ലെ. ഇനി ഇതെന്താ? ഈ പക്ഷി കണ്ടില്ലേ, പച്ച കളറുള്ള പക്ഷി? പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ എന്നാ പറയുന്നത് അല്ലെ. ഇതൊന്നും എന്താണ് മീനിനും ഇതൊന്നും കഴിക്കില്ല അല്ലെ. പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് അല്ലെ. അപ്പൊ പക്ഷികളുടെ ഇടയിൽ ആഹാരം പല വിധത്തിലുണ്ട് അല്ലെ. ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കാറുള്ളത്? അവ കണ്ടെത്തി എഴുതൂ. കൂടുതൽ പക്ഷികളുടെ പേരുകൾ കൂടുകളിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പൊ നോക്കിയാ ഈ പഴം തിന്നുന്നത് ഏതൊക്കെയാണ്? പഴം തിന്നുന്നത് ഇതാ ഈ പഴം തിന്നുന്നത് പക്ഷി. അപ്പൊ പഴങ്ങൾ തിന്നുന്നത് ഏതൊക്കെയാണ്? സ്പാരോ, ബുൾബുൾ, കുക്കു, ഇതൊക്കെ പഴം തിന്നുന്ന പക്ഷികളാണ് അല്ലെ. ഇനി തേൻ നുകരുന്നത് ഏതൊക്കെയാണ്? തേൻ നുകരുന്ന ജീവി? തേൻ നുകരുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഹമ്മിങ് ബേർഡ്സ് അല്ലെ. പിന്നെ ഇതെന്താണ്? പുഴുവിനെയൊക്കെ തിന്നുന്നത് അല്ലെ. പുഴുവിനെ പാറ്റനെയൊക്കെ തിന്നുന്നത് ഏതൊക്കെയാണ്? മൈന. പിന്നെ ഏതാണ്? കാക്കേനെയൊക്കെ പറയാല്ലേ നമുക്ക്. പിന്നെ ഇൻസെക്റ്റിനെയും പുഴുവിനെയൊക്കെ തിന്നുന്നത് എന്താണ്? മൈന, കാക്ക, പിന്നെന്താ ഒക്കെ പറയാം അല്ലേ. ഇനി എന്താ നോക്കൂ. നെൽക്കതിര് തിന്നുന്ന ഏതൊക്കെയാണ്? തത്ത അല്ലെ. തത്ത പറയാ. പിന്നെ ഏതാണ് നമുക്ക്? പിന്നെന്താണ് നമുക്ക്? പ്രാവിനെ പറയാ അല്ലെ. സ്പാരോസ് അല്ലെ ഒക്കെ പറയാം. then നോക്കൂ. ഈ ഇത് തിന്നുന്നത് എന്താണ്? മീനുകളെയും ഇറച്ചി മാംസങ്ങളൊക്കെ കഴിക്കുന്നത് അല്ലെ. എന്താ? ചത്ത പക്ഷികളെ അല്ല ഒക്കെ അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഇത് മത്സ്യമാംസം കഴിക്കുന്നത് അല്ലേ. അപ്പം മത്സ്യമാംസം കഴിക്കുന്നത് എന്താണ്? പരുന്ത്, കഴുകൻ എക്സെട്ര അല്ലേ. പിന്നെ മീനൊക്കെ കഴിക്കുന്നത് കൊക്ക്. പിന്നെ ദേശാടന പക്ഷികളൊക്കെ അല്ലെ മീനൊക്കെ കഴിക്കുന്നതാണ് അല്ലേ. ഓക്കെ, എല്ലാ കൂട്ടിലെയും പക്ഷികളുടെ വലിപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ? അല്ല അല്ലെ. പല കൂടുകളുണ്ട് അല്ലെ. പക്ഷികളുടെ വലിപ്പത്തിനനുസരിച്ചാണ് അവർ കൂടുണ്ടാക്കുന്നത് അല്ലെ. ആഹാര സമ്പാദനത്തിന് പക്ഷികൾക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് നോക്കാൻ പറഞ്ഞ്. അപ്പൊ ആഹാര സമ്പാദനത്തിന് പക്ഷികൾക്കുള്ള അനുകൂലം എന്താണ്? അവരുടെ കൊക്ക്, അതുപോലെ അവരുടെ കാല് അല്ലെ. വെള്ളത്തിലുള്ള ജീവികളൊക്കെ ആണെങ്കിൽ വെള്ളത്തിലാണ് ഇപ്പൊ ഇര തേടുന്നതെങ്കിൽ അവരുടെ കാലെന്തായിരിക്കും? നല്ല നീളമുള്ള കാലായിരിക്കും അല്ലെ. പിന്നെ അവരുടെ കാൽപാദം ഉണ്ടല്ലോ, അതും അതിനുള്ള ഒരു ഇതാണ് അല്ലെ. ഈ താറാവിന്റെ ഒക്കെ കാലിന്റെ ഇത് കണ്ടില്ലേ? അതാ എന്താണ്? അതിനും ഒക്കെ എന്താണ്? അനുകൂലനങ്ങളാണ് അതെല്ലാം അല്ലെ. ആഹാര സമ്പാദനത്തിനുള്ള അല്ലെ.
ഇനി വരച്ച് ചേർക്കാം. ഓരോ പക്ഷിയുടെയും ചുണ്ടും കാലും തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കുക. ഇത് താറാവിൻ്റെ ആണ് അല്ലേ? താറാവിൻ്റെ ഏതാണ്? ഏറ്റവും അടിയത്തത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഇതാക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ താറാവിൻ്റെത് ഇത്. സോറി, താറാവിൻ്റെത് ഇതാ ഇത്. ഓക്കെ, ഇതിൻ്റെതോ ഇതാ ഇത് അല്ലേ? അതിൻ്റെ ഇത്. ദെൻ ഇതിൻ്റെത് ഈ മുകളിലുള്ള അല്ലേ? ഇത് അല്ലേ? കൊക്കിൻ്റെതോ ഇത് അല്ലേ? ഓക്കെ, ഈ വുഡ് പെക്കറിൻ്റെ അതായത് മരംകൊത്തിൻ്റെത് ഇത് അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്തത് നോക്കൂ. പക്ഷികളും വാസസ്ഥലങ്ങളുമാണ് കേട്ടോ. ഇനി പക്ഷികളും വാസസ്ഥലങ്ങളും. പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാവും? കുളക്കരയിൽ, വയലിൽ, പിന്നെ എവിടെയാ? പാടത്ത് തന്നെ വയലിൽ അല്ലേ? പിന്നെ എവിടെ കാണുക? എന്താണ്, പുഴേൻ്റെ സൈഡിൽ അല്ലേ? പിന്നെ എല്ലാം നിങ്ങൾക്ക് എവിടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ അവിടെയൊക്കെ ഒന്ന് എഴുതുക കേട്ടോ. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതല്ല? ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷി ഏതൊക്കെയാണ്? കൊക്കുകൾ അല്ലേ? അങ്ങനത്തെ ഒക്കെ എന്താണ്? മീൻകൊത്തി, അതൊക്കെ എന്താണ്? ജലമുള്ള പൊന്മാൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ കൊക്ക്, പൊന്മാൻ എക്സെട്ര കേട്ടോ. അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? നീണ്ട കാലുകളായിരിക്കും അല്ലേ? കൊക്കിന് എന്താണ്? നീണ്ട കാലായിരിക്കും. പിന്നെന്താണ്? അതിൻ്റെ ചിറകുകളുണ്ടല്ലോ. ചിറകുകൾ എന്താണ്? ഒരു എണ്ണമയം പോലെയുള്ളതായിരിക്കും. അതിൽ മേലെ വെള്ളം ആയാലും എന്താണ്? ഈ ചേമ്പിൻ്റെ ഒക്കെ താഴ്മൽ വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ഒരു വാക്സ് പോലെ വെള്ളം അങ്ങോട്ട് ഒഴുകി ഇതാവുകയാണല്ലോ, അവിടെ നിൽക്കുന്നില്ലല്ലോ. അതുപോലെ എന്താണ്? ഒരു ചിറകിന് ഒരു എണ്ണമയം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കൊക്കുകളുടെ എന്താണ് പ്രത്യേകത ഉണ്ടായിരിക്കും? കൂർത്ത കൊക്കുകളായിരിക്കും, മീനിനെ കൊത്താൻ പറ്റിയ എളുപ്പത്തിലുള്ളത്. ഓക്കെ, പിന്നെ ഇവറ്റുങ്ങളുടെ കഴുത്തിനും ഒരു നീളമുണ്ടാവും. ഓക്കെ, അതൊക്കെ സവിശേഷതയാണ്. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല അല്ലേ? ചിലതിന് നീണ്ടു കൂർത്ത കൊക്കുകളും നീണ്ട കാലുകളും ഉണ്ട് അല്ലേ? ചിലതിന് നീണ്ടു കൂർത്ത കൊക്കുകളുണ്ട്, നീണ്ട കാലുകളുണ്ട് അല്ലേ? ആഹാര സമ്പാദന രീതിയും സഞ്ചാര രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ജലമുള്ള സ്ഥലങ്ങളിൽ ഇര തേടുന്ന പക്ഷികൾക്ക് എന്താണ്? എണ്ണമയമുള്ള തൂവലുകളായിരിക്കും ഉണ്ടാവുക. കണ്ടോ, ടീച്ചർ പറഞ്ഞില്ലേ? എണ്ണമയമുള്ള തൂവലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? നിങ്ങൾക്ക് ഈ എന്താണ് ജലമുള്ള സ്ഥലങ്ങളിൽ ഇര തേടുന്ന പക്ഷികൾക്ക്. ഓക്കെ, ദെൻ നിശാസഞ്ചാരികൾ ഇനി ആരാന്ന് നോക്കാം നമുക്ക് അല്ലേ? നിശാസഞ്ചാരികൾ ആരാണ്? സാധാരണയായിട്ട് മൂങ്ങയാണ് അല്ലേ? അപ്പോൾ പകലുറക്കം കഴിഞ്ഞ് രാത്രി ഇര തേടുന്നവരാണെന്ത്? മൂങ്ങകൾ. രാത്രി ഇര തേടാൻ ഉതകുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതുമായ തൂവൽ കുപ്പായമാണ് ഇവയ്ക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൂവൽ കുപ്പായത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ പറക്കുമ്പോൾ എന്താണ്? സൗണ്ട് ഉണ്ടാവില്ല. ആ ചിറകടി ഇരിക്കുമ്പോൾ എന്താണ്? സൗണ്ട് ഉണ്ടാവില്ല അല്ലേ? അപ്പം രാത്രി ഇര തേടാൻ ഉതകുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്തതുമായ രാത്രി തൂവൽ കുപ്പായമാണ് ഇവയ്ക്കുള്ളത് അല്ലേ? ചെറുജീവികളെ പിടുന്ന കാട്ടുമൂങ്ങ. ആരൊക്കെ? നിശാസഞ്ചാരികൾ ജീവികൾ അല്ലേ? ചെറുജീവികളെ പിടികൂടുന്ന കാട്ടുമൂങ്ങ ഉണ്ട്. എലികളെയും പെരിച്ചാഴിയും തിന്നുന്ന വെള്ളിമൂങ്ങ ഉണ്ട്. മീനുകളെ വേട്ടയാടുന്ന മീൻകൂമനുണ്ട്. ചുണ്ടലിയെ ഭക്ഷിക്കുന്ന നത്തുകളുണ്ട്. ഇവയൊക്കെ എന്താണ്? രാത്രി സഞ്ചാരികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രാത്രി സഞ്ചാരികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? എന്താ? കാട്ടുമൂങ്ങ, വെള്ളിമൂങ്ങ, മീൻകൂമന്, നത്തുകൾ അല്ലേ? അതൊക്കെ രാത്രി സഞ്ചാരികളാണ് അല്ലേ? ഇനി പക്ഷികളും കൂടുകളും. എല്ലാ പക്ഷികൾക്കും ഒരു ടൈപ്പുള്ള കൂടാണോ? കാക്കേൻ്റെ കൂടാണോ എന്താണ് ഈ കുരുവിക്കുണ്ടാവുക? അല്ല, വ്യത്യാസമാണ് അല്ലേ? അപ്പം നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തി പൂർത്തിയാക്കുക. നോക്കൂ, കാണപ്പെടുന്ന സ്ഥലങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? ഒന്ന് മരത്തിൻ്റെ മുകളിലേക്കും, ഒന്ന് ഇലേൻ്റെ മേലേക്കും, ഒന്ന് ബ്രാഞ്ചസ് എന്താണ് താഴെയുള്ള ഇതിലേക്കും അല്ലേ? പിന്നെ അതിൻ്റെ നിർമ്മാണ വസ്തുക്കളും വ്യത്യാസമായിരിക്കും അല്ലേ? പിന്നെ എന്തൊക്കെയാണ് കൂടുണ്ടാക്കാനുള്ളത്? പിന്നെ എന്താ? കൂടിൻ്റെ വലിപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? പിന്നെ എന്താണ്? പർപ്പസ് ഓഫ് എന്താണ്? അതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള അതും വ്യത്യാസമാണ്. പിന്നെ അതുപോലെ ബേർഡിൻ്റെ സൈസിനനുസരിച്ച് വലിയ പക്ഷികൾക്ക് വലിയ കൂട് വേണം, ചെറിയ പക്ഷികൾക്ക് ചെറിയ കൂട് അല്ലേ? അപ്പം പക്ഷികളെ വലിപ്പം അനുസരിച്ചിട്ടുള്ളതും വ്യത്യാസപ്പെട്ടിരിക്കും അവരുടെ കൂടുകൾ കേട്ടോ. ഓക്കെ, ദെൻ മുട്ടകൾ പലതരം ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ചിത്രം നിരീക്ഷിക്കൂ. മുട്ടകൾ ഏത് പക്ഷിയുടെ ചുവടെ കുറിക്കൂ. ഇത് ഏത് പക്ഷീൻ്റെ? കോഴീൻ്റെ അല്ലേ? ഇതോ?
ഇത് കാടമുട്ട അല്ലേ. ഓക്കെ, ഇതേതാ അറിയോ? ഈ ബ്ലാക്ക് കാണുന്നത് എമു കേട്ടോ. ഇത് താറാവ്, ഇത് ഒട്ടകപ്പക്ഷി കേട്ടോ. ഇത് ഒട്ടകപക്ഷിയാണ് ഏറ്റവും വലുത് അല്ലേ. ഏറ്റവും വലിയ ബേർഡ് എന്ന് പറയുന്നത് ഒട്ടകപക്ഷിയാണ്, അതിൻ്റെ മുട്ടയാണ് ഏറ്റവും വലുത് കേട്ടോ. ഇനി ഇതെന്താണ്? കാക്കേൻ്റെ ആണ് അല്ലേ. പിന്നെ ഈ ബ്ലൂ പ്ലെയിൻ ആണ് കാക്ക. മറ്റേ കുത്തുള്ളതോ കുയിലിൻ്റെ അല്ലേ. കാക്കൻ്റെ കൂട്ടിലാ കുയിൽ ഒന്ന് മുട്ടയിടുക അല്ലേ. ഓക്കെ, പക്ഷികളുടെ മുട്ടകൾ ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വലിപ്പത്തിന്റെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, കളറിന്റെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പിന്നെന്താണ് ഷേപ്പിന്റെ കാര്യത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. വലിപ്പത്തിനനുസരിച്ചുള്ളത് അല്ലേ. പിന്നെ വ്യത്യസ്ത പക്ഷികളുടെയും അവയുടെ കൂടുകളുടെയും മുട്ടകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് സവിശേഷതകൾ കണ്ടെത്തി പതിപ്പ് നിർമ്മിക്കുക. പക്ഷികളുടെ കൂടുകളുടെ ആകൃതി, വലിപ്പം, നിർമ്മാണ വസ്തുക്കൾ, കൂടുണ്ടാക്കുന്ന സ്ഥലം, കൂടുണ്ടാക്കുന്ന രീതി, മുട്ടകൾ എന്നിവയിലൊക്കെ എന്താണ് വൈവിധ്യമുണ്ട് അല്ലേ. ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അല്ലേ. ഇനി നോക്കി ഒട്ടകപ്പക്ഷിയും മുട്ടയും. ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. എന്താണ്? ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി അല്ലേ. അതിന്റെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം ഭാരം ഉണ്ടാവും കേട്ടോ. അതിന്റെ മുട്ടയ്ക്ക് എത്രയാണ്? 1.5 കിലോഗ്രാം ഭാരം ഉണ്ടാവും. മാത്രമല്ല കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും ഒട്ടകപ്പക്ഷിയുടെ കേട്ടോ. അപ്പോൾ കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണ് ആരുതാന്ന് ചോദിച്ചാൽ ഒട്ടകപ്പക്ഷീൻ്റെ ആണ് കേട്ടോ. ഓക്കെ, ഇനി ദേശാടന പക്ഷികളാണ് കേട്ടോ. നോക്കിയേ, കടും പച്ചപ്പൊടിക്കുരുവി, കാവി, നാഗമോഹൻ, മഞ്ഞക്കിളി, പൊന്മണൽ കോഴി, കാട്ടുവാലി കുലുക്കി അല്ലേ. ഇതൊക്കെ എന്താണ്? പക്ഷികളാണ് അല്ലേ, ദേശാടന പക്ഷികളാണ് അല്ലേ. ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ നാം എപ്പോഴും കാണാറുണ്ടോ? ഇല്ല, ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ അല്ലേ. ഇവയുടെ ശബ്ദം എപ്പോഴും കേൾക്കാറുണ്ടോ? ഇല്ല. എന്തായിരിക്കും കാരണം അറിയോ? ഇവര് പ്രതികൂലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തെത്തുന്നു. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവ തിരിച്ചു സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിറ്റികൾ ഒരു തണുപ്പ് കാലം വിചാരിച്ചപ്പോൾ തണുപ്പ് കാലമാകുമ്പോൾ ചില പക്ഷികൾക്ക് എന്താണ്? അത് സഹിച്ച് നിൽക്കാൻ കഴിയൂല. അപ്പോൾ അതിറ്റികൾ ചത്തുപോകും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്താ? ചൂട് വേണം. അപ്പോൾ ചൂട് തേടി വേറെ സ്ഥലത്ത്, വേറെ രാജ്യത്തേക്കോ വേറെ സ്ഥലങ്ങളിലേക്കോ ഒക്കെ ഈ പക്ഷികൾ കൂട്ടത്തോടെ എന്താവും അങ്ങോട്ടേക്ക് പോകും അല്ലേ. എന്നിട്ട് എന്താണ്? ഇവിടുത്തെ കാലാവസ്ഥ മാറി ഇവിടെ എന്താ ചൂടാകുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഓക്കെ, അത് അപ്പോൾ ഭക്ഷണത്തിനും അതുപോലെ ഭക്ഷണത്തിനും അവരങ്ങെന്താവുന്നുണ്ട്, അങ്ങനെ മറ്റൊരു ദേശത്തേക്ക് പോയി കാലാവസ്ഥ അനുകൂലമോ തിരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ പക്ഷികളെയാണ് എന്ത് പറയുന്നത്? ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത് കേട്ടോ. കൂടുതൽ ദേശാടന പക്ഷികളുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതുക. ചിത്രങ്ങൾ ശേഖരിച്ച് നിങ്ങൾ പരിസരമുറയിലെ ബോർഡ് കോർണറിൽ ഒട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി പക്ഷികളും പരിസ്ഥിതി എന്താ നോക്കാം. ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആൽമരം വളർന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ ആരെങ്കിലും നട്ടു വളർത്തിയാണോ? അല്ലല്ലേ. പക്ഷികളൊക്കെ എന്തെങ്കിലും തിന്നിട്ട് അവിടെ കൊണ്ടിടുന്നതാണ് അല്ലേ. അതിന്റെ അപ്പൊ എന്താണ്? മുളയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നാണ്? വിത്ത് വിതരണം ഉണ്ട് അല്ലേ പക്ഷികൾക്ക് അല്ലേ. പിന്നെന്താണ്? പെസ്റ്റ് കൺട്രോൾ, അതായത് കീടങ്ങളെയൊക്കെ എന്താക്കുന്നത് തിന്നുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് ഈ പക്ഷികളെ കൊണ്ടുള്ള ഉപകാരം? പിന്നെ പോളിനേഷൻ, പരാഗണം നടത്തുന്നുണ്ട് അല്ലേ ഈ പക്ഷികൾ. ഓക്കെ, ദാഹജലം തേടി. ഇനി എന്താണ്? നീരുറവുകളും ജലാശയങ്ങളും വറ്റി വരളുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാഹം അകറ്റുന്നത് എങ്ങനെയായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ പക്ഷികളും മൃഗങ്ങളൊക്കെ എന്താണ്? പുഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുളം ഉണ്ടെങ്കിലൊക്കെ വെള്ളം അവിടെ നിന്നൊക്കെ കുടിക്കുക അല്ലേ. പക്ഷെ അതൊക്കെ വറ്റി വരളുമ്പോൾ അവരെന്താ ചെയ്യുക? അപ്പം നമ്മൾ അവരെ സഹായിക്കണം അല്ലേ. നമ്മൾ എന്താക്കണം? ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് എന്താക്കണം? പുറത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ആ പക്ഷികളൊക്കെ കുടിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം എടുത്ത് എന്താക്കുക? ഒരു 2 ദിവസം കൂടുമ്പോൾ എന്താക്കുക? വെള്ളം മാറ്റുകയും വേണം. കാരണം കൊതുക് നിറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താക്കണം? ആ പാത്രത്തിൽ വെള്ളം വെക്കുക ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ട്. വേനലിലെ കൊടും ചൂടിനെയും വളർച്ചയും അതിജീവിക്കുന്നതിനായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാവുന്നതാണ്. ഇതിനായി മരത്തിലോ മരത്തണലിലോ മറ്റു തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വെക്കാം. കൊതുക് മുട്ടയിടാതിരിക്കാനായി ഇടയ്ക്കിടെ വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പക്ഷികൾക്ക് ചെലവും ആഹാരവും ലഭ്യമാക്കുന്നതിനുള്ള ഒരിടം നിങ്ങളുടെ സ്കൂളിലും ഒരുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാരാ അറിയോ? മലമുഴക്കി വേഴാമ്പലാണ് കേട്ടോ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. ഏതാണ്? നമ്മുടെ മലമുഴക്കി വേഴാമ്പലാണ് കേട്ടോ. അപ്പൊ കാട്ടിലെ കർഷകനും ഇതിന്റെ പേരുണ്ട് കേട്ടോ. അപ്പൊ കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലായ നിങ്ങൾ കൂട്ടത്തോടെ ഇല്ലാതാവുകയാണ് അല്ലേ. അപ്പൊ മലമുഴക്കി വേഴാമ്പൽ, അങ്ങാടിക്കുരുവി എന്നീ തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. കാരണം എന്തായിരിക്കും അറിയോ? ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവ്, ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം, മനുഷ്യ സാമീപ്യം അങ്ങനെ കൊണ്ടാകുന്നത്
ഇത് നിങ്ങൾക്ക് കുറവ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത് റെഡ് ഡാറ്റ ബുക്ക്. ഇപ്പോൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വംശനാശം ഭീഷണിയെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി ഇത് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എന്ത്? റെഡ് ഡാറ്റ ബുക്ക്. ഓക്കെ, അതെ. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ മറ്റു പക്ഷികളുടെ പേരുകൾ കണ്ടെത്തി എന്താണ് നിങ്ങൾ പുസ്തകത്തിൽ എഴുതുക കേട്ടോ. ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബവും തയ്യാറാക്കുക. ഇനി ഇതാരാ അറിയോ? പക്ഷി നിരീക്ഷകനാണ് കേട്ടോ. ആരാണിത്? ഡോക്ടർ സലീം അലിയാണ് കേട്ടോ. ഈ സലീമിന് 10 വയസ്സുള്ളപ്പോൾ അമ്മാവൻ സമ്മാനമായി നൽകിയ എയർഗൺ ഉപയോഗിച്ച് എന്താക്കി? മഞ്ഞത്താലി എന്നൊരു കുരുവിയെ വെടിവെച്ചിട്ടു കേട്ടോ. എന്താണ് ഒരു മഞ്ഞത്താലി എന്ന് പറഞ്ഞൊരു കുരുവിയെ എന്താണ് 10 വയസ്സുള്ളപ്പോൾ സലീമിന് 10 വയസ്സുള്ളപ്പോൾ അമ്മാവനാണ് സമ്മാനമാക്കി കൊടുത്ത എയർഗൺ അല്ലേ. അത് വെച്ചിട്ട് എന്താക്കി? ഒരു കുരുവിയെ വെടിവെച്ചിട്ടു. സലീമും അമ്മാവനും എന്താക്കി? ഈ കുരുവിയെ എന്താണ് അമ്മാവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, സുഹൃത്ത്, ബോംബെയിലാണ് അല്ലേ, മുംബൈ, ഇപ്പോഴത്തെ മുംബൈ എന്ന് പറയില്ലേ, അവിടെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഉദ്യോഗസ്ഥനായിരുന്നു എന്താണ് അമ്മാവൻ്റെ ഫ്രണ്ട് അല്ലേ. പേരെന്താണ്? WS മിലാഡിനെ സന്ദർശിച്ചു അല്ലേ. അവരെ എന്താണ് പോയി കണ്ടു അല്ലേ. അദ്ദേഹം സൊസൈറ്റിയിൽ സംസ്കരിച്ച് സൂക്ഷിച്ചിരുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി അല്ലേ. അതിൽ സലീം എന്താക്കി? വെടിവെച്ചിട്ട് ഈ മഞ്ഞത്താലിയെ പോലുള്ള കുരുവികളും ഉണ്ടായിരുന്നു അല്ലേ. ഈ സന്ദർശനം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷിപ്രേമിയാക്കി മാറ്റി. അപ്പോൾ എന്താണ് അദ്ദേഹം ആ കുരുവിനെയും കൊണ്ട് അമ്മാവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ബോംബെയിലേക്ക് പോയി. എന്നിട്ട് എന്താണ് അപ്പോൾ അവിടുന്ന് അയാളെന്താക്കി? ഈ അവിടുത്തെ സൊസൈറ്റിയിൽ സംസ്കരിച്ച് സൂക്ഷിക്കുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ലേ. അതിൽ സലീം വെടിവെച്ചിട്ട് ഈ മഞ്ഞത്താലി എന്ന് പറഞ്ഞാൽ കുരുവിയും ഉണ്ടായിനി അല്ലേ. അപ്പോൾ ആ സന്ദർശനമാണ് പിന്നെ അദ്ദേഹത്തിന് എന്താ ഒരു പക്ഷിപ്രേമിയാക്കി മാറ്റിയത് അല്ലേ. ഓക്കെ, ഇതാണ് ഡോക്ടർ സലീം അലി കേട്ടോ. ദെൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെ കുറിച്ചാണിത് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നാമകരിക്കുന്നു. അപ്പോൾ ദേശീയ പക്ഷി നിരീക്ഷണം എന്താണ്? നവംബർ 12 കേട്ടോ. അത് ആരുടെ ജന്മദിനാണ്? ഡോക്ടർ സലീം അലിയിലെ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. മറ്റേതെല്ലാം പക്ഷി നിരീക്ഷകരെ നിങ്ങൾക്കറിയാം? കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എഴുതുക. ഇദ്ദേഹമാണെന്ത്? KK നീലകണ്ഠൻ എന്ന ഇന്ദുചൂടൻ. ഓക്കെ, ഇദ്ദേഹം ആരാണ്? ഡോക്ടർ R സുഗതനാണ് കേട്ടോ. ഓക്കെ, ദെൻ പക്ഷികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണെന്ത്? പക്ഷിശാസ്ത്രം. പക്ഷിശാസ്ത്രം എന്ന് പറഞ്ഞാൽ പക്ഷികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണെന്ത്? പക്ഷിശാസ്ത്രം, ഓർണിത്തോളജി എന്ന് പറയും കേട്ടോ. ഇനി നോക്കൂ, പക്ഷി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കേട്ടോ. ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണെന്ത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. മറ്റേതെല്ലാം പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം? പദപ്രശ്നം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് നോക്കാം. ഒന്നാമത്തെ ഏതാ? കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം ഏതാന്ന് വെച്ചത് ഏതാണ്? ഒന്നാമത്താണ് അല്ലേ. അപ്പോൾ കോട്ടയം ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? അപ്പോൾ എന്താണ് ഇവിടെ? ഇത് കുമരകം കേട്ടോ. എന്താണ്? കുമരകമാണ് എന്ത്? കോട്ടയം ജില്ലയിലെ പക്ഷി സങ്കേതം കുമരകം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? രണ്ടാമത്തത് അല്ലേ. 2 ഇവിടെയാണ് കേട്ടോ. അപ്പം മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ചൂളന്നൂറാണ് കേട്ടോ. അവിടെ എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 3 താഴോട്ടില്ല. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഏതാണ്? തട്ടേക്കാട് അല്ലേ. അത് 3ാമത്തത് അല്ലേ. ഇവിടെ എഴുതുക തട്ടേക്കാട് എന്ന് എഴുതുക കേട്ടോ. 3 താഴോട്ടേക്ക്. ഇനി അടുത്ത് 4 കണ്ടൽ വനങ്ങളെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏക പക്ഷി സങ്കേതം ഏതാന്ന് വെച്ച്? കണ്ടൽ വനങ്ങളെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? 4 അല്ലേ. 4 മംഗളവനം. ഓക്കെ, മംഗളവനാണ് അവിടെ. ഇത് മംഗളവനം. ഓക്കെ, 4 താഴോട്ടേക്ക് എഴുതുക. നെക്സ്റ്റ് എന്താണ്? 5 ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാ അറിയോ? കൊയിലാണ്ടിയാണ് കേട്ടോ. അല്ല സോറി, കടലുണ്ടി കേട്ടോ. അവിടെ എന്താണ്? കടലുണ്ടി കേട്ടോ. സോറി, മാറിപ്പോയതാണ്. ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി. ഓക്കെ, അത് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് കൂടുതൽ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് വിവരശേഖരണം നടത്തി എൻ്റെ പരിസര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട് അല്ലേ. അപ്പം കാക്കയും കോഴിയും മൈനയും മയിലും വേഴാമ്പലും വണ്ണാത്തിപ്പുള്ളും മറ്റുമായി ലക്ഷക്കണക്കിന് പക്ഷികൾ നിറഞ്ഞ ജീവലോകമാണ് നമ്മളെ ഈ ഭൂമി അല്ലേ. മധുരമായ ശബ്ദവും വൈവിധ്യമാർന്ന നിറങ്ങളും വ്യത്യസ്ത സഞ്ചാര പദങ്ങളും നിറഞ്ഞ പക്ഷികൾ ഇനിയും എത്രയോ ഉണ്ട്. നമ്മളെ അറിവിലില്ലാത്തത് കുറേ ഉണ്ട് അല്ലേ. നമുക്ക് അറിയുന്ന ഇച്ചിരി മാത്രമേ അറിയുള്ളൂ അല്ലേ. അതിലും കൂടുതൽ ഈ പക്ഷികൾ എന്താണ് നമ്മളെ ഈ ഭൂമിയിലുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എന്താക്കുക? നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ നാട്ടിൽ കാണുന്ന കയ്യിലെ സാധനങ്ങളൊക്കെ എന്താ അന്വേഷിച്ചും കണ്ടെത്തിയും ചിറകുള്ള കൂട്ടുകാരുടെ ലോകത്തേക്കുള്ള കൗതുകരമായ പ്രയാണം നമുക്ക് തുടരാമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വിലയിരുത്താമാണ് അല്ലേ. പക്ഷികളെയും അവയുടെ ഭക്ഷണത്തെയും തമ്മിൽ ശരിയായ വഴിയിലൂടെ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇത് 2ന്റെ ഏതാണ്? ഈ ചത്ത ഈ റാറ്റിൻ്റെ അല്ലേ. പിന്നെ ഈ തത്തേൻ്റെത് നെൽക്കതിരി അല്ലേ.
പിന്നെ ഹമ്മിങ് ബേർഡ് ഇതാ ഈ പൂവിൻ്റെ അല്ലേ, പിന്നെ ഈ പക്ഷീൻ്റെ ഏതാണ് ഈ ഫ്രൂട്ട്. ഓക്കെ, അത് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിയേ, ഹായ് ഇത് മരംകൊത്തിയാണ്. കുളക്കരയിലെ കിളിയെ കണ്ടപ്പോൾ റോബി ഉറക്കെ വിളിച്ചു ചോദിച്ചു, മരംകൊത്തിയുടെ ചുണ്ട് ഇങ്ങനെയല്ലല്ലോ. അയാൻ്റെ മറുപടി, എന്തായിരിക്കും ഈ പക്ഷി? ഉചിതമായ നിറം നൽകി ചിത്രം പൂർത്തിയാക്കുക അല്ലേ. ഇതാരാണ്? പൊന്മാനാണ് അല്ലേ. മീൻകൊത്തി എന്നും പറയും, പൊന്മാൻ അല്ലേ. അപ്പോൾ അത് പൊന്മാനാണ് കേട്ടോ. നോക്കൂ, മനസ്സയും അഭിനും പട്ടിക പൂർത്തിയാക്കി കളിക്കുകയായിരുന്നു. അവരോടൊപ്പം ചേർന്ന് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. പക്ഷിയുടെ പേര് തത്ത, നിറം പച്ച, ആഹാരം എന്താ? ധാന്യവും പഴവും അല്ലേ. ശരീര സവിശേഷത എന്താണ്? പച്ച കളറിലുള്ള അതിൻ്റെ ചുണ്ട്, കൊക്കിന് എന്താണ്? ചുവപ്പ് കളറ്, ഒരു കൂർത്ത് വളർത്തിട്ടുള്ളതാണ്. അതിൽ തന്നിട്ടുണ്ട് അല്ലേ. അവിടെ സൈറേൻ്റെ അത് തന്നില്ലായിരുന്നോ? കൂടിൻ്റെ പ്രത്യേകതകൾ എഴുതുക. പിന്നെ പക്ഷിയുടെ പേര് ഇവിടെ നിറം കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പക്ഷിയുടെ പേര്? എന്തെങ്കിലും കാക്കയായിരിക്കും അല്ലേ. അതിൻ്റെ ആഹാരം എന്തൊക്കെ അറിയാല, ശരീര സവിശേഷതയും കൂടിൻ്റെ പ്രത്യേകത എഴുതുക കേട്ടോ. പിന്നെ ചെറുജീവികളെ പക്ഷി ഏതാണെന്നോ, നീണ്ട കൊക്കുള്ള ഏതാണ്? നീണ്ട കൊക്കുള്ളത് നമ്മളെ കൊക്കിനെ എഴുതാം കേട്ടോ. ഈ മരംകൊത്തിയ പച്ച കലർന്ന മഞ്ഞയാണ്, മഞ്ഞ കലർന്ന തവിട്ടിലുള്ളതും ഉണ്ട് അല്ലേ. മരംകൊത്തി പ്രാണികളും പുഴുക്കളാണ് അതിൻ്റെ ആഹാരം അല്ലേ. കൂർത്ത കൊക്കും തലയിൽ ചുവപ്പ് തൊപ്പിയുണ്ട് അല്ലേ. അതിൻ്റെ കൂടിൻ്റെ പ്രത്യേകത എന്താണ്? മരപ്പൊത്താണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. അപ്പം നിങ്ങൾ എന്താക്കുക, നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. പക്ഷികളെ കുറിച്ചൊക്കെ നമുക്ക് നല്ലോണം അറിയുന്നതാണ് അല്ലേ. നമ്മളെ കണ്ണൂരിലൊക്കെ കാണുന്ന പക്ഷികളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നന്നായി മനസ്സിലാക്കുക. അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.